Camera. Rolling, sir. പണി എങ്ങനെയുണ്ട്? ഓ എന്നാ പണി എങ്ങനെയായാലും ഒരാഴ്ച പണം എന്തെങ്കിലും ഇച്ചിരി മിച്ചം പിടിക്കാൻ അവധി ഒന്ന് നോക്കി ഏതെങ്കിലും വയ്യാവേലി വലിഞ്ഞു കയറി വരും. ഞാൻ കളിയുടെ കാര്യമാണ് പറഞ്ഞത്, എന്റെ കൂട്ടുകാരുടെ കാര്യമല്ലേ പറഞ്ഞത്. എത്ര ക്രൂരത പാടില്ല. ഇങ്ങോട്ട് വരട്ടെ, കഴിച്ചോളൂ കേട്ടോ. അളിയന്റെ കൂട്ടുകാരൻ കഴിക്കും കേട്ടോ, കഴിച്ചു. അളിയന്റെ ഈ പുന്നാര പെങ്ങളുണ്ടല്ലോ, ഏതെങ്കിലും ഒരു വിരുന്നക്കാർ വന്നാ അരി മേടിക്കാൻ വെച്ചിരിക്കുന്ന കാശെടുത്ത് അലുവയും കേക്കും മേടിക്കും. അറിയാം, ഈ വീട്ടിലെ കോഴിയും താറാവും ഒക്കെ എങ്ങനെ തീർന്നെന്ന് അളിയന്റെ വിചാരം. ഇതുപോലെ ഓരോരുത്തന്മാര് നാണമില്ലാതെ നിന്നിട്ട് പോകുന്ന അളിയനല്ല നിർത്തിയെടുക്കും. അളിയൻ കഴിക്കേ, കൂട്ടുകാരൻ കഴിക്കും. അളിയാ പറയുന്നുണ്ടെന്നും തോന്നുന്നു. ചുമ്മാ കറങ്ങി നടക്കാതെ ഈ വീടിന്റെ പണിയൊന്നും തുടങ്ങി വെക്കും. പിള്ളേര് വളർന്നു വരുമല്ലേ, അവസാനം അതുങ്ങൾ നമ്മളെ പഴിക്കരുത്. എന്റെ പൊന്നളിയ, ഈ അമ്മയുടെ സൽക്കാര പ്രാന്തം നിർത്തരാമോ? 6 മാസത്തിനകം ഞാനിതൊരു മണിമാളിയാക്കി തരാം. ഇപ്പൊ എനിക്കായി കുറ്റം. നിങ്ങൾ കുടിക്കുന്ന കാശേ കൂട്ടി വെച്ചിരുന്നെങ്കിൽ ഞാൻ ദിവസം അമ്പലത്തിൽ അന്നദാനം നടത്തിയായിരുന്നു. നിന്റെ ഈ അന്നദാനം ഓർത്ത് വിഷമിച്ചാരി ഞാൻ ഈ കുടിക്കുന്നത്. ശിവൻകുട്ടി പറയുന്നതിലും കാര്യമുണ്ട് പെണ്ണെ. കുടുംബത്തിരിക്കുന്ന പെണ്ണുങ്ങളാ ചെലവ് നിയന്ത്രിക്കുന്നത്. ഉപദേശിക്കാൻ എല്ലാവർക്കും എളുപ്പമല്ല, പക്ഷെ അന്ന് ചെയ്ത് കാണിക്കാനാ പാട്. അതങ്ങനെ സൽക്കരിക്കാൻ ഇവളും തിന്നോട്ട് പോകാൻ കുറെ നാണമില്ലാത്തവന്മാരും. കഴിക്ക്, വാരി വാരി കഴിക്ക്. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.